Hi all, KTU BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പവർ സ്ക്രൂസിനെ കുറിച്ചാണ് സംസാരിച്ചത്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആദ്യമേ തന്നെ പവർ സ്ക്രൂസിൻ്റെ എഫിഷ്യൻസി, നമ്മൾ ഓൾറെഡി സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള പവർ സ്ക്രൂവിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ളൊരു റേഷ്യോ ആയിട്ടാണ് എഫിഷ്യൻസി പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു വർക്ക് ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മളൊരു W എന്ന് പറയുന്നൊരു ലോഡിനെ റേസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ജനറലി നമ്മൾ സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള പവർ സ്ക്രൂസ് യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് സ്ക്രൂ ജാക്കാണ്. സ്ക്രൂ ജാക്കിൽ നമ്മൾ W എന്ന് പറയുന്നൊരു ലോഡിനെ ഒരു ഹൈറ്റിലേക്ക് റേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വർക്ക് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് ലോഡ് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് മൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ്. ഇവിടെ W എന്ന് പറയുന്ന ലോഡ് ഒരു L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ലീഡ് എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് റേസ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് പറയുക, വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ഇതിന് കറസ്പോണ്ടിങ് അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് എന്നുള്ളത് W ഇൻറ്റു L എന്നുള്ള രീതിയിൽ പറയാം. സാധാരണ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ലീഡിൻ്റെ അത്രയാണ്. ഓക്കെ, ദെൻ വർക്ക് ഇൻപുട്ട്, നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്? നമുക്കിവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ട്. ദെൻ ആ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ FT എന്നുള്ളതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫോഴ്സ്. ദെൻ അതിൻ്റെ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്, ഇപ്പോൾ L എന്ന് പറയുന്ന അത്രയും ലീഡ് എന്ന് പറയുന്ന അത്രയും ഹൈറ്റ് ഇത് റേസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? πd2 എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് നമ്മുടെ ഫോഴ്സ് ആ ഒരു അത്രയും പാത്തിൽ അപ്ലൈ ചെയ്താലാണ് ഇത്രയും ഒരു ഹൈറ്റിലേക്ക് ഈ ഒരു ലോഡ് റേസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഇൻപുട്ട് എന്നുള്ളത് FT ഇൻറ്റു πd2 എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിൻ്റെ റേഷ്യോ അപ്പോൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, W ഇൻറ്റു ലീഡ് ഡിവൈഡഡ് ബൈ FT ഇൻറ്റു πd2 എന്നുള്ളതാണ് ഇൻപുട്ട്. ഓക്കെ, ദെൻ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ W ബൈ FT ഇൻറ്റു L ബൈ πd2 എന്നുള്ള രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ L ബൈ πd2 എന്നുള്ളത് നമുക്കിവിടെ ടാൻ ആൽഫയാണെന്ന് അറിയാം. അതേപോലെ ഇവിടെ നിന്ന് W ബൈ FT എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ ഓഫ് 5 പ്ലസ് ആൽഫ എന്നും കിട്ടും ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എഫിഷ്യൻസി ഇക്വേഷനെ ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ 5 പ്ലസ് ആൽഫ എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ദെൻ 134 പേജ് 134 നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഈ ഒരു ഇക്വേഷൻ അവൈലബിൾ ആണ്. ദെൻ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഓൾറെഡി നമ്മൾ കണ്ട ഇക്വേഷനിൽ വരുന്ന വാല്യൂസ് തന്നെയാണ്. മീൻ ഡയാമീറ്റർ, ദെൻ ലീഡ്, സ്ക്രൂവിൻ്റെ ലീഡ് എന്ന് പറയുന്ന വാല്യൂ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെയാണ് എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ, ദെൻ നമ്മളൊരു സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ ത്രെഡഡ് ജോയിൻസിൽ അതല്ലെങ്കിൽ പവർ സ്ക്രൂസിലൊക്കെ ഒരു സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ പറയുന്ന കേസിൽ എങ്ങനെയാണ് നമുക്ക് എഫിഷ്യൻസി പറയുക? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ, ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ ടാൻ 5 പ്ലസ് ആൽഫ. ദെൻ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ എന്നുള്ളത് φ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഫ്രിക്ഷൻ ആംഗിൾ എന്നുള്ളത് ലീഡ് ആംഗിളിനേക്കാളും അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം എന്നുള്ളതാണ് സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ. സോ ഇത് നമുക്ക് ഈ ഒരു എഫിഷ്യൻസിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ ആൽഫയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ φ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ φ എന്നുള്ളതായിരിക്കും ആൽഫനേക്കാളും ഗ്രേറ്റർ ആയിരിക്കുന്ന കേസിലാണ് സെൽഫ് ലോക്കിംഗ് കിട്ടുന്നത്. സോ എഫിഷ്യൻസി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാൻ 5 ബൈ ടാൻ 2φ. ഓക്കെ, അപ്പോൾ ആൽഫയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ φ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ദെൻ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ടാൻ 2φ എന്നുള്ളതിനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ
നമുക്കിതിനെ ഇങ്ങനത്തെ ഒരു ഫോമിൽ കിട്ടും. എഫിഷ്യൻസി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് മൈനസ് ടാൻ സ്ക്വയർ 5/2. ഹാഫ് മൈനസ് ടാൻ സ്ക്വയർ 5/2. ഓക്കെ, ഈ ഒരു കേസ് ഡാറ്റ ബുക്കിൽ കാണില്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എഫിഷ്യൻസി എന്നുള്ളത് എപ്പോഴും ഈ ഒരു വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂവിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ ആണ് എഫിഷ്യൻസി ആയിട്ട് വരുള്ളൂ. ഇനി ഇതിൽ തന്നെ ഒന്നുകൂടി നോക്കി നമുക്ക് മനസ്സിലാവും. ഹാഫ് മൈനസ്, അപ്പോൾ ഹാഫിനേക്കാളും കുറവ്, അതായത് 0.5 താഴെ, അതായത് ഒരു 50%-നേക്കാളും താഴെ ആയിരിക്കും നമ്മുടെ മാക്സിമം എഫിഷ്യൻസി. സെൽഫ് ലോക്കിംഗ് കണ്ടീഷനൊക്കെ അച്ചീവ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഇവിടെ വരുന്നൊരു എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%-നും ബിലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, സെൽഫ് ലോക്കിംഗ് കണ്ടീഷനിൽ എങ്ങനെയാണ് എഫിഷ്യൻസി എന്നുള്ളത് പറയാനാണ് ഈ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ എഴുതിയത്. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യമാണ് കോളർ ഫ്രിക്ഷൻ ടോർക്ക്. നമ്മൾ ഒരു സ്ക്രൂ ജാക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടും ഒരു സ്ക്രൂ ജാക്കിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. സ്ക്രൂ ജാക്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ സ്ക്രൂ. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കപ്പ് എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ലോഡ് വയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നമ്മളൊരു വെഹിക്കിളിനെ റേസ് ചെയ്യാനാണ് സ്ക്രൂ ജാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആ വെഹിക്കിളിൻ്റെ ബോഡി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചേസായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത് ഈ ഒരു കപ്പിലേക്കായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ലോഡ് റേസ് ചെയ്യുന്ന സമയത്ത് ഈ കപ്പ് എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. ഇത് നമ്മുടെ കമ്പോണൻ്റായി നമ്മുടെ വെഹിക്കിളായിട്ട് കോണ്ടാക്റ്റ് വരുന്ന കമ്പോണൻ്റാണ്. ഇത് അവിടെ എപ്പോഴും റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്, അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു സ്ക്രൂ തിരിക്കുമ്പോൾ ശരിക്കും ഈ സ്ക്രൂവിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു സോളിഡ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ കോളർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രൂ കോളർ ഇതെല്ലാം ഒരൊറ്റ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോമി ബാർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യണു. ഈ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രൂ ജാക്കിൻ്റെ ബേസിൻ്റെ മുകളിലായിട്ട് ഒരു നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതും സ്റ്റേഷനറിയാണ്. ഈ നട്ടും ഈ ഒരു ബേസും ഒക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യും. ഈ ഒരു സ്ക്രൂ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു കപ്പ് എന്ന് പറയുന്ന പോർഷനും സ്റ്റേഷനറി ആണ്, അതും റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ ഒരു നട്ടും സ്ക്രൂവും തമ്മിലൊരു റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് സ്ക്രൂ ഉയർന്നു വരുന്നതും താഴത്തേക്ക് പോകുന്നതൊക്കെ. അതേപോലെ ഈ ഒരു കപ്പും ഈ ഒരു കോളറിൻ്റെ മുകളിലുള്ളൊരു സർഫസും തമ്മിൽ ഇവിടെ ഒരു ഫ്ലാറ്റായിട്ട് സർഫസ് ഉണ്ട്. ഈ ഒരു സർഫസും തമ്മിൽ ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭാഗം, അതിനെയാണ് ഇവിടെ ടോപ്പ് വ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊരു ആനുലാർ ഏരിയ ആണ്, ഒരു സർക്കുലാർ സ്ട്രിപ്പ് പോലെയാണ്. ഇവിടെ ഉൾഭാഗത്തൊരു ഹോളാണ്, അതിലൂടെ നമ്മുടെ സ്ക്രൂവിൻ്റെ ഈ ഒരു പവർ സ്ക്രൂവിൻ്റെ കോളറും അടക്കമുള്ള ഭാഗത്തിൻ്റെ ഒരു പോർഷൻ ഇതിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വാഷറും ഒരു സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കോളറ് ഇവിടെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ പുറത്തിരിക്കുന്ന പോലെയാണ് വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് ആക്ച്വൽ സ്ക്രൂ ജാക്കിൽ വരുന്ന കോളർ പോർഷൻ. നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇത്രയും ഭാഗമാണ് കോളറായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ദെൻ കോളറും സ്ക്രൂ അടക്കുന്ന ഇത്രയും ഭാഗം. ദെൻ ഇതിൻ്റെ ഡയമെൻഷൻസ്, ഇപ്പം കോളർ ഫ്രിക്ഷൻ ടോർക്ക് എന്ന് പറയുന്ന TC എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കോളറിന് ഒരു ഇന്നർ ഡയാമീറ്റർ, ഈ ഒരു കപ്പും കോളറും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ആനുലാർ ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഇൻസൈഡ് ഡയാമീറ്റർ ഉണ്ട് D', അതേപോലെ ഒരു ഔട്ട്സൈഡ് ഡയാമീറ്റർ ഉണ്ട് D'. ഓക്കെ, ഇത് നൊട്ടേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ശരിക്കും ഇൻസൈഡ് ഡയമീറ്റർ D', ഔട്ട്സൈഡ് ഡയമീറ്റർ D' എന്നാണ് കേട്ടോ. ഇക്വേഷൻ വരുമ്പോൾ നേരെ തിരിച്ചാണ്, ഇവിടെ ഫിഗറിൽ അത് മാർക്ക് ചെയ്തത് തിരിഞ്ഞുപോയി. ഓക്കെ, D' എന്നുള്ളത് ഔട്ട്സൈഡ് ഡയമീറ്ററും D'' എന്നുള്ളത് ഇൻസൈഡ് ഡയമീറ്റർ ആയിട്ടാണ് നൊട്ടേഷൻസ് വരുന്നത്. അതേപോലെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മീൻ ഡയാമീറ്റർ അതിനെയാണ് നമ്മൾ DC, കോളർ ഡയാമീറ്റർ എന്നുള്ളതിൻ്റെ ഒരു നൊട്ടേഷനാണ് DC. ഓക്കെ, മീൻ കോളർ ഡയാമീറ്റർ.
കോർ ഡയാമീറ്റർ ഒന്നല്ല ഡി സി എന്ന് പറയുന്നത്, ഇവിടെ മീൻ കോളർ ഡയാമീറ്റർ ആണ് ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഔട്ടർ ഇന്നർ ഡയാമീറ്റേഴ്സിൻ്റെ ഒരു മീൻ വാല്യൂ ആയിട്ട് വരുന്നൊരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കപ്പും കോളറും തമ്മിലൊരു റിലേറ്റീവ് മൂവ്മെൻ്റ് ഉണ്ട്. ദെൻ അവിടെ കോണ്ടാക്റ്റ് വരുന്ന ഇത്രയും ഒരു ആനുലാർ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും, ഒരു റിലേറ്റീവ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് സർഫസിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോളർ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കോളർ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് സബ്സ്ക്രിപ്റ്റ് സി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എഫ് സി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ കോളർ ഫ്രിക്ഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ടി സി ഇസിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു എഫ് സി ഇൻറ്റു ഡി സി ബൈ 2. ഇതാണ് നമ്മുടെ കോളർ ഫ്രിക്ഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഒരു റേഡിയസ് എന്നാണ് പറയാറ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ ഡബ്ല്യു ഇൻറ്റു എഫ് സി എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സാധാരണ എന്താണ്, നോർമൽ റിയാക്ഷൻ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ഇവിടെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ നോർമൽ ഫോഴ്സ്. ഓക്കെ, ആ ഒരു നോർമൽ ഫോഴ്സ് ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഡബ്ല്യു എഫ് സി ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഡി സി ബൈ 2. അങ്ങനെയാണ് നമുക്ക് കോളർ ഫ്രിക്ഷൻ ടോർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം മഹാദേവൻ ഡാറ്റ ബുക്കിൽ 134 പേജിൽ നമുക്ക് ഇങ്ങനെ ഒരു ഏറ്റവും അവസാനത്തായി ഭാഗത്തായിട്ട്, ആ പേജിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡി സി എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻ കോളർ ഡയാമീറ്റർ ആണ്. ദെൻ ഈ മീൻ കോളർ ഡയാമീറ്റർ നമ്മൾ 2 രീതിയിൽ കണ്ടുപിടിക്കും. ഓക്കെ, അത് ഇപ്പോൾ കോളർ ഫ്രിക്ഷൻ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 മെത്തേഡിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആ 2 മെത്തേഡിലും നമുക്ക് ഈ ഡി സിയുടെ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് യൂണിഫോം പ്രഷർ തിയറി. ദെൻ അടുത്തൊരു മെത്തേഡ് യൂണിഫോം വിയർ തിയറി. അപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് യൂണിഫോം പ്രഷർ കണ്ടീഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി സി എന്ന് പറയുന്ന കോറല്ല, മീൻ കോളർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, 2/3 ഇൻറ്റു ഡി ഡാഷ് ക്യൂബ് മൈനസ് ഡി ഡബിൾ ഡാഷ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡബിൾ ഡാഷ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. അവിടെ ഈ ഒരു യൂണിഫോം പ്രഷർ തിയറി, യൂണിഫോം വിയർ തിയറി എന്നൊന്നും പറഞ്ഞിട്ടല്ല ഇക്വേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ബുക്കിൽ 135 പേജിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മീൻ കോളർ ഡയാമീറ്റർ എന്നുള്ള വാല്യൂ ഡി സിയുടെ 2 ഇക്വേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയിട്ട് വേണം ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാനായിട്ട്. ശരിക്കും ഡാറ്റ ബുക്കിൽ 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ട്രങ്കേറ്റഡ് കോണിക്കൽ പിവോട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. മഹാദേവൻ ഡാറ്റ ബുക്ക് നോക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഡി സി സിക്കൽ ടു 2/3 ഇൻറ്റു, ഇനി ഡി ഡാഷ് എന്നുള്ളത് ഔട്ടർ ഡയാമീറ്റർ ആണ്, ഡി ഡബിൾ ഡാഷ് എന്നുള്ളത് ഇന്നർ ഡയാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡി ഡാഷ് ക്യൂബ് മൈനസ് ഡി ഡബിൾ ഡാഷ് ക്യൂബ് ഡിവൈഡഡ് ബൈ ഡി ഡാഷ് സ്ക്വയർ മൈനസ് ഡി ഡബിൾ ഡാഷ് സ്ക്വയർ. ഓക്കെ, ദെൻ ഈ യൂണിഫോം പ്രഷർ തിയറി എന്നുള്ളത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ക്രൂ ജാക്ക്, പുതുതായിട്ട് വാങ്ങിയൊരു സ്ക്രൂ ജാക്കാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ ഒരു കപ്പും കോളറും തമ്മിൽ വരുന്ന കോണ്ടാക്റ്റ് സർഫസ് എന്നുള്ളത് ഫ്രഷ് സർഫസ് ആണ്. ഇതുവരെ അവിടെ ലോഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കോണ്ടാക്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ യൂണിഫോം പ്രഷർ തിയറി അപ്ലൈ ചെയ്യുക. ഓക്കെ, അതേസമയം വൺസ് നമ്മളിത് ലോഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേറ്റീവ് മൂവ്മെൻ്റ് ഒക്കെ വന്ന് ഫ്രിക്ഷൻ കാരണം കുറച്ച് വിയർ ആൻഡ് ടിയർ ഒക്കെ ആയിട്ട് വരും. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സ്ക്രൂ ജാക്കിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ യൂണിഫോം വിയർ തിയറിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എന്താണ് അവിടെ ഡിഫറൻസ്? യൂണിഫോം വിയർ തിയറിയുടെ കേസിൽ നമ്മൾ കോർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ കോളർ ഡയമീറ്റർ, മീൻ കോളർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ മാറ്റമുണ്ട്, ഡി ഡാഷ് പ്ലസ് ഡി ഡബിൾ ഡാഷ് ബൈ 2. അപ്പോൾ ഇത് എക്സാക്ട്ലി അതിൻ്റെ ഒരു മീൻ വാല്യൂ ആണ്. ഓക്കെ, കോളറിൻ്റെ ഔട്ടർ ഡയമീറ്ററിൻ്റെയും ഇന്നർ ഡയമീറ്ററിൻ്റെയും ഒരു മീൻ വാല്യൂ ആണ് നമ്മൾ യൂണിഫോം വിയർ തിയറിയുടെ കേസിൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് കോളർ ഡയമീറ്റർ, മീൻ കോളർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ
പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു യൂണിഫോം വിയർ തിയറിയുടെ ബേസിൽ മീൻ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ചില കേസിൽ പ്രോബ്ലത്തിൽ എടുത്തു പറയും നിങ്ങൾ യൂണിഫോം പ്രഷർ തിയറിയുടെ ബേസിൽ സോൾവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം വിയർ തിയറി ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്കവാറും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവിടെ ഒരു സ്ക്രൂ ജാക്കിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ രീതിയിലായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അവിടെ നമുക്ക് ത്രെഡ് ഫ്രിക്ഷൻ തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ക്വയർ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട ടോർക്ക്, ഒരു സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള സ്ക്രൂവിൽ എത്ര ടോർക്ക് അപ്ലൈ ചെയ്താലാണ് ഒരു ലോഡിനെ റേസ് ചെയ്യാൻ പറ്റുക, ലോവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഇക്വേഷൻസൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ സ്ക്രൂ ജാക്കിൽ ഒരിക്കലും ആ ഒരു ത്രെഡ് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ടോർക്ക് മാത്രം പോരാ, അവിടെ ഇങ്ങനത്തെ ഒരു കോളറും ദെൻ കോളറായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളർ ഫ്രിക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോളർ ഫ്രിക്ഷനും കൂടി ഓവർകം ചെയ്താലാണ് നമുക്കൊരു ലോഡിനെ റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോളർ ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ടോർക്കിൻ്റെ ഇക്വേഷനെ കുറിച്ച് പറയുക. ഓക്കെ, ഇനി ഈ ഒരു കോളർ ഫ്രിക്ഷനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആ ഒരു കോളർ, ഈ കോളർ നമ്മുടെ നട്ടിൻ്റെ പുറത്ത് അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ ജാക്കിൻ്റെ ബേസും റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. സോറി, കോളറല്ല, ഈ ഒരു കോളർ കപ്പുമായിട്ട് വരുന്ന ജോയിൻറ്റ്. ഓക്കെ, കോളർ പിന്നെ വരുന്നത് സ്ക്രൂ ആയിട്ടാണ്. ദെൻ കോളർ നമ്മുടെ സ്ക്രൂ ജാക്കിലത്തെ കപ്പുമായിട്ട് വരുന്ന ജോയിൻറ്റിൽ നമുക്കിതേപോലെ ത്രസ്റ്റ് ബിയറിങ്സ് പിടിപ്പിക്കുകയാണെങ്കിൽ, ത്രസ്റ്റ് ബോൾ ബിയറിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോളർ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പോൾ കോളർ ഫ്രിക്ഷൻ ടോർക്കും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചില പ്രോബ്ലത്തിൽ അങ്ങനെ എടുത്ത് പറയും. അതായത് നിങ്ങളുടെ സ്ക്രൂ ജാക്കിൽ ഒരു ത്രസ്റ്റ് ബിയറിങ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോളർ ഫ്രിക്ഷൻ ടോർക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട ഫ്രിക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ദെൻ ടോട്ടൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇതുവരെ ത്രെഡ് ഫ്രിക്ഷനെ കുറിച്ചും അതിൻ്റെ കോളർ ഫ്രിക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വരുന്ന രീതിയിൽ ഒരു സ്ക്രൂ ജാക്കിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ടോട്ടൽ ഫ്രിക്ഷണൽ ടോർക്ക് എന്ന് പറയുന്നൊരു ടേം വരും. അപ്പോൾ ടോട്ടൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ത്രെഡ് ഫ്രിക്ഷൻ ടോർക്ക് പ്ലസ് കോളർ ഫ്രിക്ഷൻ ടോർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ത്രെഡ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഓൾറെഡി നമ്മൾ സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷൻസ് കണ്ടിരുന്നു. അതേപോലെ കോളർ ഫ്രിക്ഷൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ ഓൾറെഡി ത്രെഡ് ഫ്രിക്ഷൻ ഒരു ലോഡിനെ റേസ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, WD2/2 × 10⁵ ആൽഫ. അതേപോലെ കോളർ ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ WFC × DC/2. ഇതാണ് കോളർ ഫ്രിക്ഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, T = W/T × D2 10⁵ ആൽഫ പ്ലസ് FC DC. ഓക്കെ, അപ്പോൾ ഇത് മഹാദേവൻ ഡാറ്റ ബുക്കിൽ 135-ാമത്തെ പേജിൽ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫൈനൽ ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഈ രണ്ട് തരത്തിലുള്ള ടോർക്കുകളും കൂടി വരുമ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻസി, ഒരു സ്ക്രൂ ജാക്കിൻ്റെ എഫിഷ്യൻസി മൊത്തത്തിൽ പറയുമ്പോൾ ത്രെഡ് ആയിട്ടുള്ള ഒരു സ്ക്രൂവിൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ സ്ക്രൂ ജാക്കിൻ്റെ എഫിഷ്യൻസി പറയുമ്പോൾ നമുക്ക് ഈ ഒരു കോളർ ഫ്രിക്ഷൻ ടോർക്ക് കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നേരത്തെ പോലെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ്. ഒരു W എന്ന് പറയുന്ന ലോഡിനെ നമ്മൾ റേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഇൻപുട്ടിൽ മാറ്റമുണ്ട്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ രണ്ട് രീതിയിലുള്ള ഒരു ടോർക്ക്, ഇപ്പോൾ ടോർക്ക് ഇൻപുട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഫോഴ്സ്, ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ ഒരു ലീനിയർ ഡയറക്ഷനിലുള്ളൊരു മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് തൊട്ട് മുമ്പ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചപ്പോൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്നുള്ളത് ടോർക്ക് ഇൻറ്റു ആംഗിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിനെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് റൊട്ടേഷണൽ മൂവ്മെൻറ്റുകളുടെ കേസിലാണെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്കിനെ പറയുക. ഓക്കെ, അപ്പോൾ ടോർക്ക് ഇൻറ്റു ആംഗിൾ ടേൺഡ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ടോർക്കിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ടോട്ടൽ ടോർക്കിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ആംഗിൾ ടേൺഡ് എന്നുള്ളത് ലീഡ് എന്ന് പറയുന്ന അത്രയും മൂവ്മെൻറ്റ്, അത്രയും ഹൈറ്റ് നമ്മുടെ ഒരു ലോഡ് റേസ് ചെയ്യണമെങ്കിൽ, L എന്ന് പറയുന്ന അത്രയും ഹൈറ്റിലേക്ക് ഒരു ലോഡ് റേസ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ 2π എന്ന് പറയുന്ന അത്രയും ആംഗിളിലാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലേ? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഒരു സിംഗിൾ ടേൺ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ലീഡ് എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് ഇത് റേസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കിങ്ങനെ വരും. ഈറ്റ O
ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു WL/T ഇൻറ്റു 2π. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇതിനെ തന്നെ നമ്മൾ ഡാറ്റ ബുക്കിൽ ഈ ഒരു ഇക്വേഷൻ അല്ല ഉള്ളത്, ഇങ്ങനത്തെ ഒരു ഇക്വേഷനാണ് നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഉള്ളത്. ഓവറോൾ എഫിഷ്യൻസിയുടെ 135 പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ എഫിഷ്യൻസിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. ദെൻ അടുത്തൊരു കേസ്, നമ്മൾ ഇതുവരെ സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള പവർ സ്ക്രൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആംഗുലാർ ത്രെഡഡ് ആയിട്ടുള്ള ട്രപ്പിസോയിഡിലോ അതല്ലെങ്കിൽ ആക്മേ ത്രെഡുകളോ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പവർ സ്ക്രൂവിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് എന്നല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്മേ ത്രെഡ് ആണെങ്കിലും ട്രപ്പിസോഡൽ ത്രെഡ് ആണെങ്കിലും അവിടുത്തെ ആംഗിൾ, ഇവിടെ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്, 29 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാഫ് ഓഫ് ദി ത്രെഡ് ആംഗിൾ അതിനെ നമ്മൾ തീറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഹാഫ് ഓഫ് ത്രെഡ് ആംഗിൾ, ഈ ഒരു മൊത്തം ആംഗിളിനല്ല ഇതിൻ്റെ പകുതിനെയാണ് നമ്മൾ തീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് ആക്മേ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രി. ഇപ്പോൾ 2 തീറ്റയുടെ വാല്യൂ ആണ് 29 ഡിഗ്രി. ട്രപ്പിസോഡിലാണെങ്കിൽ 2 തീറ്റ എന്നുള്ളത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഒരു മോഡിഫിക്കേഷൻ എന്നുള്ളത്, നമ്മൾ ഓൾറെഡി സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷൻസ്, ടോർക്കിൻ്റെ ഇക്വേഷനൊക്കെ കണ്ടു, അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷനിലും. ഈ ഇക്വേഷനിലൊക്കെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിരുന്നു. ത്രെഡ് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് എഫ്. ഈ എഫിൻ്റെ സ്ഥാനത്തൊക്കെ എഫ് സീക്ക് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ആ ഇക്വേഷൻസിനൊക്കെ എന്താക്കി മാറ്റാം, ആംഗുലാർ ത്രെഡഡിൻ്റെ കേസിലെ ഇക്വേഷൻസ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ തീറ്റയ്ക്ക് 29ൻ്റെ ഹാഫ് 14.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആക്മേ ത്രെഡിൻ്റെ ഇക്വേഷനായി. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ട്രപ്പിസോഡൽ ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു എഫ് സീക്ക് തീറ്റ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, എഫ് എന്നുള്ളതിന് പകരം എഫ് സീക്ക് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എഫിൻ്റെ കൂടെ സീക്ക് തീറ്റ എന്നുള്ളൊരു ടേം കൂടി നമ്മുടെ മുമ്പത്തെ സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ആംഗുലാർ ത്രെഡിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ളത് ടോട്ടൽ ടോർക്കിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ക്രൂ ജാക്ക് എന്നുള്ളൊരു അസംഷനിൽ തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഒരു സ്ക്രൂ ജാക്ക് ആക്മേ ത്രെഡഡ് ആയിട്ടുള്ള ഒരു സ്ക്രൂ ജാക്ക് ആണെങ്കിൽ, സ്ക്രൂ ജാക്കിൽ ശരിക്കും ആക്മേ ത്രെഡ് വരുത്തില്ല, പക്ഷേ ആക്മേ ഈ ഒരു കോളറും അതേപോലെ ത്രെഡഡ് ആയിട്ടുള്ള കണ്ടീഷൻസും പലയിടത്തും വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ഒരു കോളർ ഫ്രിക്ഷനും അതേപോലെ ഒരു ത്രെഡ് ഫ്രിക്ഷനും വരുന്ന കേസിൽ നമ്മളൊരു ആക്മേ ത്രെഡിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ടോർക്ക് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എഫ് മാത്രം ഉണ്ടായിരുന്നിടത്ത് നമ്മളൊരു സീക്ക് തീറ്റ കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ളത്. ഈ സെയിം ഇക്വേഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ കാണാം. അവിടെ വി ത്രെഡ്, ആംഗുലാർ ത്രെഡിനെ വി ത്രെഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും ഡാറ്റ ബുക്കിൽ ഇക്വേഷൻ കാണാം. ഓക്കെ, 134 പേജിൽ 9.10i എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം. അതേപോലെ ഈ രീതിയിൽ തന്നെ നമ്മൾ ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷനും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയും എഫിൻ്റെ സ്ഥാനത്ത് എഫ് ഇൻറ്റു സീക്ക് തീറ്റ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്ക്വയർ ത്രെഡിൻ്റെ ഇക്വേഷൻസിനൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.